ഒളിച്ച് എന്നിട്ട് മറിഞ്ഞു അച്ഛ രാവിലെ എന്താ ഒളിച്ചു കളിയാണോ? അമ്മച്ചനെ വയറിലാക്ക. എന്നിട്ട് ഹായ്, അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആവട്ടെ. അപ്പോൾ ഇന്നിപ്പം രാവിലത്തെ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എഴുന്നേറ്റ് മുറ്റടിയെല്ലാം കഴിഞ്ഞ് ഇവർ ശരണമൊക്കെ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ദോശ ചൂടാൻ അവനെ ഏൽപ്പിച്ച കേട്ടോ. ഞാനപ്പോഴത്തേക്കും കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക, അച്ഛൻ എന്ത് പുറത്തുണ്ട്. അപ്പം ഏട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നോക്കുകയാണ്. കറി ആവുന്നതിൻ്റെ മുമ്പ് മൂപ്പര് പോകാൻ നോക്കുക. അപ്പോൾ മൂപ്പര് സ്വാമി ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുക. ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ താഴെയാണ് കേട്ടോ. അവനപ്പോഴത്തേക്കും കൈ കൊഴിഞ്ഞു. താഴെ നമ്മളെ അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇന്ന് മണ്ണിടാനും പണിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോവാൻ നമുക്ക് കേട്ടോ. ഇതെന്താടാ തല മാത്രം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് ചമ്മന്തി ഉണ്ടാക്കാൻ നേർത്തു. കറി വെക്കാൻ നോക്കുമ്പോഴല്ലോ വെളിച്ചെണ്ണ ഒട്ടുമില്ല. അത് കാരണം കറി വെക്കൽ മുടങ്ങി. വെളിച്ചെണ്ണയ്ക്ക് ആൾ പോയിട്ടുണ്ട്. പോയിട്ടില്ല ഇവരിൻ്റെ ആള്. ആളെ ഒളിച്ച് എന്നിട്ട് മറിഞ്ഞു അച്ഛ രാവിലെ എന്താ ഒളിച്ചു കളിയാണോ? എങ്ങനെ പോവും? ഇയാൾ അവിടെ മറയുന്ന വരുമോ നമുക്ക് നോക്കാം. വിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിരി ഇല്ലാത്തോടത്തിലാണ് കിടക്കുന്നേ. എനിക്ക് ആദ്യകുട്ടനെ എവിടെ പറയും പോലെ. പിന്നെ എളുപ്പത്തിൽ ചുടുന്ന ദോശയാണ് കേട്ടോ, നീർദോശയാണ്. അപ്പം ഇന്നലെ അരി വെള്ളത്തിലിടാം. അരി അരച്ച് വെക്കാൻ പറ്റിയില്ല, കാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാണിച്ചേരെ കൊണ്ട് കൊണ്ടുപോവാ. നീർദോശ കാണിച്ചേരെ. ഓക്കെ, തുറന്നു വെക്കാം കേട്ടാ. വലിയ സംഭവമൊന്നുമല്ല എന്താ, നല്ല പക്ഷെ നല്ല സുഖമാട്ടോ എടുക്കാൻ. എന്താ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. അയ്യോ അത് കുളമായി പോയല്ലോടാ. ഇതാ കണ്ടോ, ഇത് കണ്ടോ, ലേശം നേരം വൈകിപ്പോയി. അതുകൊണ്ടാ ഇതൊക്കെ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് കിട്ടും. അതാണ് നീർദോശ. ഒരു കൊമള പോലെ ഉണ്ടാവും. ഇതുണ്ടോ, ഒരു കുഴി പോലെ ഉണ്ടാവും. ഇതാണ് നീർദോശ. അതാ വിക്രമാദിത്യന് വേതാളോ എഴുന്നേറ്റ് വന്നിട്ട്. വിക്രമാദിത്യന് വേതാളോ. അതോ ഇത് വേഗം കിട്ടിട്ടോ. അതിങ്ങനെ എടുത്ത് ടിങ് 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 ടിങ്. ഓക്കെ, ഊറ്റാനായി.
ചോറങ്ങ് ഊറ്റിയാൽ പിന്നെ ഞാൻ മറ്റേ അടുപ്പത്ത് കത്തിച്ചില്ല കേട്ടോ, എനിക്ക് ചൂടില്ലാഞ്ഞിട്ട് മറ്റേ അടുപ്പ് തീ റേഷനരീൻ്റെ ചോറില്ലേ ഊറ്റുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റണം കേട്ടോ, എന്നാൽ നല്ല ഫ്രഷായിട്ട് നിൽക്കും ചോറ്. അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക ഇതാക്കി കളയുക. അപ്പോൾ ചോറ് ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുകയേ ഇല്ല കേട്ടോ, ചോറ് നല്ല ഫ്രഷായിരിക്കും. ഇതിപ്പോൾ റേഷനരിയാണ്. പക്ഷേ ഈ മുറ്റത്ത് വെച്ച് ഊറ്റുന്നത് എന്താ വെച്ചാൽ എൻ്റെ കഞ്ഞിച്ചെമ്പിന് ഓട്ട ചെയ്തോണ്ട കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ നോക്ക് ഒരു പേപ്പർ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇത്ര ഉള്ളു പണി ചോറ് ഊറ്റാൻ. നല്ല ഫ്രഷ് ആയിരിക്കും ചോറ് വെള്ളം ഒഴിച്ചിട്ട് റേഷനരി ഊറ്റിയാൽ. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ, ചായ കുടിക്കുന്ന സമയമായി. എന്നത്തെയും പോലെ ഇന്നും അങ്ങനെ തന്നെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോനിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ആദി ബാ. ആ, കോഴിയും തുറന്നിടാൻ പോയതാട്ടോ ആദ്യകൂട്ടൻ. ഇപ്പം എഴുന്നേറ്റിട്ടല്ലേ ഉള്ളൂ രണ്ടാളും. കുടുവേ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. നീർദോശയും ചമ്മന്തിയും മുത്ത ചായ കുറ്റാന് കൂടു അപ്പം തിന്നാനോ? അവൻ മോൻ കഴുകിപ്പോ നഞ്ഞാടാ ലേശം. ഞായറാഴ്ചത്തെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനിയുണ്ട്. ഇതെന്താപ്പോൾ തീച്ചരാ, കുറേ പുല്ല് പറിക്കാണ്ട്. പറിച്ചിട്ട് പോകില്ല. ഞാൻ രാവിലെ കുറച്ച് പറിച്ചു നോക്കി, പക്ഷെ പറിച്ചിട്ട് കിട്ടുന്നില്ല, പിടിച്ചെടുക്കുന്നത്. തൂമ്പയും കൊണ്ട് ചെത്തി വെക്കാലടാ. അമ്മച്ചനെ വയറിലാക്ക. താടിയൊക്കെ കണ്ടില്ലേ? ആ താടി വെട്ടാന്ന് വെച്ചേ വെട്ടിയാ പിന്നെ ഉണ്ടാവൂലേ? മരുന്നൊക്കെ അപ്പോൾ ഇതാ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതാ ഇവിടെ വരെയൊക്കെ എത്തി. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ താഴോട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്ത് പണിയെടുക്കണ്ടെന്ന് കേട്ടാലും അച്ഛൻ എത്ര വയ്യെങ്കിലും ഈ അച്ഛൻ എത്തും കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ അവിടെ ഓടിയെത്തുവേ. അച്ഛന്മാരെല്ലാം തന്നെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മമാരും അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മമാർക്ക് ഇപ്പം വിചാരിക്കുന്ന പോലെ ഓടി വരാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ രാവിലെ വീട്ടിലോട്ട് തന്നെ വന്നതിന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് കഞ്ഞിയും തോരനും കടി അത് ഇതൊക്കെ ഞങ്ങൾ പെറുക്കി വെച്ചിരുന്നു, എല്ലാവരും കൂടിയല്ലേ പോണേന്ന് ഓർത്തിട്ട്. അപ്പം താഴെ ചെന്ന് കഴിയുമ്പോഴാണ് പിന്നെ വിശക്കുക. പക്ഷെ എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ ബാക്കിയുള്ള ചോറും കൂടി എടുക്കാമായിരുന്നു എന്ന്. കാരണം ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാനുള്ള അത്ര ഇല്ലായിരുന്നു. വലിയൊരു ചോറ്റുപാത്രത്തിൽ കഞ്ഞിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും അത് അച്ഛനും കുടുവിനും കുടിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാര്യം. പിന്നെ മോനിസും ആദ്യകൂട്ടനും കുറേശ്ശെ കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി താഴോട്ട് പോവുകയാണ്. ഇതാ വീട്ടിലെ സ്ഥലത്തെത്തി ചെന്നപ്പോൾ ഇതവിടെ നല്ല പണിയാണ് കേട്ടോ. ഇവിടെ കുടുവും എല്ലാവരും കൂടി കുടു രാവിലെ പോന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. അങ്ങനെ അമ്മച്ചനും അച്ഛനും കുടുവും കൂടിയാണ് പോകുന്നത്. ആണോ? എന്റെ ദൈവമേ, തറയൊക്കെ കെട്ടിയിട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. ബാക്കി പണികളൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ മണ്ണിട്ട് നിരത്തി കൊടുക്കണം, എന്നാലേ നമ്മളെ ബാക്കി പണി നടക്കുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ നിന്നതാണ്. നമ്മൾ ചോദിച്ചോടത്തൊക്കെ നമ്മളെ കൊണ്ട് വെക്കാത്ത രീതിയിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. അമ്മ എടുക്കണ്ട കൊടു.
വൈകുന്നേരം ഉണ്ടാവോ? അയ്യോ ആദ്യം കൊണ്ടുമില്ല. ഇതൊക്കെ എങ്ങോട്ടാ? അത് ഇപ്പൊ കൊണ്ടില്ല. അപ്പം ഇന്ന് മണ്ണ് വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ചെന്നത് കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം മണ്ണ് വന്നിട്ടുണ്ട്, എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഈ തറേൻ്റെ ഉള്ളിൽ നമ്മൾ നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പടവ് തുടങ്ങാം. അപ്പം പണിയെടുപ്പിക്കുന്ന കാക്ക തന്നെ നമ്മളോട് കരാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 40 രൂപേൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കണം. പക്ഷേ അതിപ്പോൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ തറേൻ്റെ ഉള്ളിൽ മാത്രം നികത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നിന്നിപ്പോൾ 10-25 ദിവസമായി. ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കി കൊടുത്താലേ നമ്മൾ ബാക്കി പണി തുടങ്ങുള്ളൂ. നിലവിലുള്ള അവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ എന്ത് ചെയ്തു, മണ്ണ് വരുന്നില്ല എന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പണിയെടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള എല്ലാ പിന്നെ പൊട്ട് കല്ലുകളും ആവശ്യമില്ലാത്ത കല്ലുകളും കഷ്ണങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു പെറുക്കിയിട്ട് നമ്മൾ കുഴിയിലേക്ക് കൊണ്ടുവന്നിടുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടി അതങ്ങനെ അങ്ങോട്ട് ചെയ്തു. അങ്ങനെ കൊണ്ടുപോകണ്ട. ഇവിടെ അങ്ങനെ ചിലപ്പോൾ നടുവ് പൊട്ടിയാലേ ഇവിടെ വെക്കാല്ലേ? ഇല്ല, ഇപ്പൊ കട്ടാൻ നടു ആ മുറിയാൽ മതി. കൂടുതൽ അച്ഛന് പണിയെടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഒറ്റക്കാവില്ല അമ്മ അവിടെ നമ്മൾ നട്ട കൂർക്കലുണ്ടായിരുന്നു. ഞങ്ങൾ നട്ട കൂർക്കലുണ്ട്, അതൊന്ന് കൊത്തി വെക്കട്ടെ കേട്ടോ. അമ്മച്ചനും അച്ഛനും എല്ലാവരും അവിടെ പണിയിലാണ്. അമ്മ ഒത്താമാർക്ക് അതിക്കൂട്ടം കുത്തിയിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. കിട്ടിയേ കൊടു വെയിലത്ത് മാറിക്കുഞ്ഞേ. കൂർക്കൽ നട്ട ആള് തന്നെ കൊത്തിയപ്പോൾ കൂർക്കൽ കിട്ടി. അതഞ്ഞേ ദാടാ ഇതാടാ. ഞങ്ങൾ താഴെയുള്ള സമയത്ത് നട്ട കൂർക്കൽ എന്നിട്ടോ ഇങ്ങനെ തന്നെയായിരുന്നു കൂർക്കൽ നട്ട് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ സ്ഥലം തിരഞ്ഞിട്ട് കാണുന്നില്ല. ഞങ്ങൾ കുറേ കൊത്തി നോക്കി, പാതിക്കൂട്ടം കൊത്തിയപ്പോൾ കുറച്ചൊക്കെ കിട്ടി. പിന്നെ ഇവിടെ തന്നെ വന്ന് കൊത്തിയപ്പോൾ കേട്ടോ മുഴുവനും കിട്ടിയത്. അപ്പോൾ ഒരു തോരനുള്ളതൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മച്ചനെ ചുറ്റിക ചോദിച്ചപ്പോഴത്തേക്കും ആദ്യക്കൂട്ടം കൊണ്ട് കൊടുത്തു കേട്ടോ. ആദ്യക്കൂട്ടം കൊണ്ട് കൊടുത്തത് അമ്മച്ചന് പറ്റൂല, കുടു തന്നെ കൊടുത്ത് വാങ്ങണം. അപ്പോൾ പിന്നെ അമ്മച്ചൻ കുടു കൊടുത്ത് തന്നെ വാങ്ങിട്ടോ. അപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം പിന്നെയും തെളിയുമായിരുന്നു കേട്ടോ, ഇനി എന്താ ചേമ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. ആദ്യക്കൂട്ടം അന്ന് നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എപ്പോൾ അവിടെ എത്തി അപ്പം തൊട്ടിട്ട് തിരിച്ചു പോണോടം വരെ കല്ല് പെറുക്കലും ഇടലും ആയിട്ട് ഓരോ പണികളായിരുന്നു കേട്ടോ, എല്ലാവരും തന്നെ കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് തേങ്ങ പൊളിക്കലും, തേങ്ങ പൊളിച്ചിട്ട് അതിലെ വെള്ളമാണ് കേട്ടോ പിന്നെ കുടിച്ചത്. അപ്പം നമുക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ അവിടെ തേങ്ങയില്ല. അപ്പോൾ അച്ഛനൊരു 5-6 തേങ്ങയൊക്കെ പൊളിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഏതായാലും തേങ്ങ പൊളിക്കില്ല. ആ കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ തൊട്ടിപ്പുറത്തുള്ള മമ്മീൻ്റെ വീട്ടിൽ കുറച്ച് ടൈൽസിൻ്റെ പീസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് വേണ്ടാത്ത. അപ്പോൾ മമ്മി അതിങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കല്ലേ. അപ്പോൾ നമ്മളെ കുഴിയിലേക്ക് അത് ഇടുവാണെങ്കിൽ മമ്മീൻ്റെ സ്ഥലത്ത് മമ്മീൻ്റെ പറമ്പും വൃത്തിയാവും, നമ്മളെ കുഴിയിൽ അത് ഇടുകയും ചെയ്യാം. അങ്ങനെ മമ്മീൻ്റെ പറമ്പിലുള്ള വേണ്ടാത്ത വേസ്റ്റ് ചില്ല് കഷ്ണങ്ങളെല്ലാം മമ്മി പെറുക്കി ചാക്കിലാക്കിയിട്ട്, അല്ല ഞങ്ങൾ രണ്ടാളും കൂടെ കൊട്ടയിലാക്കി കൊണ്ടുവന്നിട്ട്, കുറേ മോനിക്ക് കൂടി കുറേ ഞാനും എല്ലാം കഴിഞ്ഞ് ഇവർ ഫ്രണ്ടിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നാക്കി കുറേ കോൺക്രീറ്റിനുള്ളിലുള്ള കല്ലുകളെല്ലാം പൊട്ടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ള പണികളെല്ലാം ചെയ്തപ്പോൾ നമ്മളിപ്പം എന്താ പറയുക,
പെട്ടെന്ന് എന്തായാലും വീട് പണിയല്ലേ, നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ ആവില്ല. അങ്ങനെ വിചാരിച്ച സമയത്തിനുള്ളിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസയും കൂടെ വേണം കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാന്ന് പറയും എല്ലാ കാര്യങ്ങളും നടക്കും. അതില്ലാത്ത പക്ഷെ നമ്മളിങ്ങനെ പറ്റുന്ന പോലെ നമ്മൾ പിന്നെ എന്താ പറയുക, അതിനുള്ള ഓരോ മാർഗ്ഗം കണ്ടെത്തും, നമ്മളത് ചെയ്യും. അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ എല്ലാം നടക്കും. വൈകിയാണെങ്കിലൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് പിന്നെ എന്തായാലും മണ്ണ് വരില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ട് പിന്നെ ഞങ്ങളെ പണികളൊക്കെ ഞങ്ങൾ ചെയ്ത് തീർത്തു കേട്ടോ. അവിടെ ഇനി ആവശ്യമില്ലാത്ത കല്ലുകളൊന്നുമില്ല. ആവശ്യമുള്ള കല്ലുകൾ നമുക്ക് ബാത്റൂമിൻ്റെ കുഴി കെട്ടാനും മുറ്റത്തിന് മുൻവശം കെട്ടാനൊക്കെ കല്ല് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കല്ലുകളെല്ലാം മാറ്റി വെച്ചിട്ട് ആവശ്യമില്ലാത്ത എല്ലാ കല്ലുകളും അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ കുഴിയിലേക്ക്, ഫില്ലറിൻ്റെ കുഴിയിലേക്ക് ഇട്ട് നിരത്തി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ കഴിച്ചിട്ടില്ല കഞ്ഞി. അതിൻ്റെ ഇടയിൽ കൂടി അച്ഛന് കഞ്ഞി കൊടുത്തു, ആദ്യകൂട്ടനും മോനൂസിനും ബാക്കിയുള്ള കഞ്ഞി കുറച്ച് കോരി കൊടുത്തു, കുടുവിനും കൊടുത്തു കേട്ടോ. അപ്പോൾ അവരൊക്കെ താൽക്കാലിക ആശ്വാസത്തിനുള്ള മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് ചോറിനാൻ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തായിരുന്നു വെച്ചാൽ, നമുക്ക് മുകളിൽ വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ചൂട്ട് ആ റബ്ബർ തോട്ടത്തിൽ തന്നെ തെങ്ങുണ്ട് എന്നാണ് താഴത്തെ അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായാലും ജോലിക്ക് പോരുന്നതിന് മുമ്പ് എന്തായാലും സമയമില്ല, പണി കഴിഞ്ഞ് ചെന്നാലും സമയമില്ല, ഇരുട്ടാവും, രാത്രിയാവൂലേ. അപ്പോൾ എങ്ങനെയായാലും ചൂട്ടുണ്ടാക്കാനൊരു സമയം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിയും. എന്തെങ്കിലും പരിപാടി പണിയായിട്ടോ താഴത്തെ പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുറ്റുപാടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു, ഏതായാലും ഞാൻ അവർ ചെയ്യുന്നതിനിടയിൽ കൂടെ പറ്റും പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ചൂട്ടുണ്ടാക്കി. അങ്ങനെ കുറച്ച് അത്യാവശ്യം ചൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാൻ പേടിക്കേണ്ട, ചൂട്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ തറ നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തുണികളെല്ലാം എടുത്തു വെച്ചാൽ ഇനി വീണ്ടും നമുക്ക് നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഈ തുണി തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ തുണിയൊക്കെ പെറുക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ ഭിത്തിയൊന്നും പടവ് തുടങ്ങിയില്ലെങ്കിൽ പോലും ആ തറ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എനിക്കത് പറയാനറിയില്ല. എനിക്കെന്നല്ല കേട്ടോ, മക്കൾക്ക് അതിലേറെയാണ്. എന്നെങ്കിലും അതിൻ്റെ മുകളിലൊരു ഭിത്തിയൊക്കെ വരും, എന്തെങ്കിലും വാർപ്പ് കഴിയും എന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മളെ വീട്. എന്താ പറയുക, നമ്മൾ ഇത്രയും വർഷം 10-13 വർഷമായിട്ട് നമ്മളിങ്ങനെ ചോരുന്ന വീട്ടിൽ തുടക്കത്തിലൊന്നും അത്ര ചോരുമൊന്നുമില്ല. നമ്മൾ ഈ ആസ്പെറ്റോസിൻ്റെ കമ്പീൻ്റെ ഇടയിൽ കൂടിയൊക്കെ ചോരുള്ളൂ. പിന്നെ നമ്മൾ എന്താണല്ലോ പറയാൻ വയ്യ. അതായാലും അതിൽ നിന്നൊരു ആശ്വാസം ഉണ്ടാവും. കുറേ പിന്നെ പഞ്ചായത്തിലേക്ക് പരാതിയും അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് കുറേ നടന്നതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം കയറിയ സമയത്ത് കഴിഞ്ഞ വർഷം, ഇനിയിപ്പോൾ ആരെന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല, ആവശ്യം നമ്മളതാകുമ്പോൾ, നമ്മൾ ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ കേട്ടോ. ചിലപ്പോൾ പരിഹസിക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, കളിയാക്കുന്നവരുണ്ടാവും. പിന്നെ ചിലപ്പോൾ പലരും നമ്മളോട് മിണ്ടിയില്ല എന്ന് വരും. പക്ഷേ ആവശ്യം നമ്മളതാണ്, അത് നമുക്ക് നേടിയെടുക്കേണ്ടതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും, നമ്മളിപ്പം നമ്മളെ പുറകത്തെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആ ചേട്ടനെതിരെയോ ആർക്കെതിരെയോ നമ്മൾ വ്യക്തിപരമായിട്ടൊരു പരാതിയും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മളെ ഒരു ബുദ്ധിമുട്ട്, വെള്ളം കയറിയിട്ട് 3 മക്കളും ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മളെ അവസ്ഥ ഒന്ന് അറിഞ്ഞാലല്ലേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിൽ പോയതും പരാതി കൊടുത്തതും. അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് നോക്കിയപ്പോൾ നമ്മളെ അവസ്ഥ അവരും കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് വീട് പാസ്സായി കിട്ടിയത്. അപ്പോൾ എന്നിട്ട് ഇത് അറിഞ്ഞ പാട് ഞാൻ നമ്മളെ പുറകത്തെ ചേട്ടനെ ആട്ടോ വിളിച്ച് പറഞ്ഞത്, ചേട്ടാ വീട് പാസ്സായിട്ടുണ്ടെന്ന്. അന്ന് ചേട്ടനും ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ ഞാൻ പരാതി കൊടുത്തൊരു ചേട്ടനും വരണമല്ലോ, നമ്മളെ പുറകുവശത്ത് മണ്ണിട്ടയിൽ ചേട്ടനും കൂടി ഉണ്ടല്ലോ. ചേട്ടൻ വന്നപ്പോഴും ചേട്ടനും പറഞ്ഞത് അവിടെ നിന്ന് ഇത് തന്നെയായിരുന്നു കേട്ടോ. അവർക്കൊരു വീടാണ് ആവശ്യം, വീട് വന്നാൽ തന്നെ പകുതി അവരുടെ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മളിനിയിപ്പോൾ അവിടെ ആരെയും മുഖം നോക്കിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അവരോട് നമ്മൾക്ക് ഒരു പരിഭവം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇത്രയും തറയൊക്കെ കെട്ടുന്ന ഇതുതന്നെ എനിക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തോന്നാറുണ്ട്. കാരണം അത്രയും നമ്മളെ കയ്യിലൊന്നുമില്ല. നമ്മളിങ്ങനെ അന്നന്ന് പണിയെടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞു പോകുന്നവരായതുകൊണ്ട്
പിന്നെ എല്ലാം ആയി വരണം. ഇനിയിപ്പം പഞ്ചായത്തിൽ നിന്നല്ലേ ബാക്കി അതിൻ്റെ ബാക്കി നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ കണ്ടെത്താമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി ചൂട്ടും ഒക്കെ ആയിട്ട് നമ്മളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിലാണ് ചെന്നപ്പോൾ ഇവരെല്ലാവരും പുഴയിൽ ചാടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരെന്നോട് അമ്മ വാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്കാണ് പോയത്. ചൂട്ടൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് സോപ്പും തോർത്തൊക്കെ എടുത്ത് താഴേക്ക് വരികയാണ് ഉണ്ടായത്. നമ്മൾ കയറി പോണ വഴിയിൽ താഴെയാണ് പുഴയുള്ളത്. അപ്പോൾ എല്ലാവരും പുഴയിൽ ചാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും എന്ത് ചെയ്തു, ചൂട്ടും കൊണ്ട് വീട്ടിൽ പോയിട്ട് വന്നിട്ട് നേരെ തോട്ടിലേക്ക് വന്നു കേട്ടോ. ആദ്യകൂട്ടനും പറയണേ അമ്മ തോടല്ല അമ്മ പുഴാന്ന്. കുടുന അലക്കാനാണോ? റെഡി. കൊടുവിനെ കാണിക്കാറില്ല കേട്ടോ. കൊടു നിക്കറിട്ടില്ല, അതുകൊണ്ട് കൊടുവിനെ കാണിക്കാറില്ല. ഞാൻ സത്യം പറഞ്ഞ